പ്രോസിക്യൂഷൻ ചെയ്യാവുന്ന എവിഡൻസ് ഒക്കെ സമർപ്പിച്ചു. പക്ഷെ കോടതി അത് എന്തോ തെറ്റായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടും അതിനെ അവിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതിരിക്കുകയോ ചെയ്ത് തെറ്റായ ഒരു വിധി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ മാത്രമല്ല, കേരളത്തിൽ സാമാന്യ ബോധമുള്ള, അതായത് അന്ധത ബാധിക്കാത്ത, അരക്ഷിതത്വം ബാധിക്കാത്ത, സാമാന്യ മനുഷ്യഹൃദയമുള്ള, ആരും വിയോജിക്കുന്ന, ആരും തോട്ടിലേക്ക്, അതായത് തോട്ടിലേക്ക് വലിച്ചെറിയപ്പെടാൻ പറയുന്ന ഒരു വിധി ന്യായം തന്നെയാണ് ഹണിയും വർഗീസിൻ്റെ കോടതിയിൽ നിന്ന് ദിലീപിന് അനുകൂലമായി ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഭയാനകമായ സംഭവമായിരുന്നു കൊട്ടേഷൻ ബലാത്സംഗ കേസ്. കഴിഞ്ഞ 8.5 വർഷക്കാലമായി ഒരു കോടതിയിൽ വിധി ട്രയൽ നടന്നുകൊണ്ടിരിക്കെ ആ ട്രയലിൽ നടിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉണർത്തിച്ച് സുപ്രീം കോടതിയിൽ ചെന്നിട്ട് പോലും നമ്മുടെ പ്രോസിക്യൂട്ടർമാർ രാജിവെച്ച് പോയിട്ട് പോലും സുപ്രീം കോടതി പോലും ആ നടിക്ക് നീതി നൽകിയില്ല എന്നതാണ് പരമമായ സത്യം. കാരണം സുപ്രീം കോടതിയിൽ അവർ ബോധിപ്പിച്ചത് ഈ ദിലീപ് എന്ന് പറയുന്ന ആളിൻ്റെ സുഹൃത്താണ് ഈ ജഡ്ജിയുടെ ഭർത്താവ്. അതുകൊണ്ട് തന്നെ ആ ജഡ്ജിയെ മാറ്റണമെന്ന് ഒന്നാമത്തെ കാര്യമായി അവർ വിശദീകരിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ കാരണം, അതിനെ സുപ്രീം കോടതി പോലും മുഖവിലക്കെടുക്കാൻ കാരണമെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ജഡ്ജി കേൾക്കുന്ന, വിചാരണ കേൾക്കുന്ന ആ ജഡ്ജിയുടെ ഏതെങ്കിലും തരത്തിലൊരു ബന്ധുത്വമുള്ള ഒരാളിൻ്റെയും ഒരു വിചാരണയും കേൾക്കാൻ പാടില്ല എന്നുള്ള സാമാന്യമായ ജുഡീഷ്യൽ എത്തിക്സ് പോലും സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിഷയത്തെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിന് ശേഷം, ഈ വിധിക്ക് ശേഷം കേരളത്തിലെ സകലവിധ പത്രപ്രവർത്തകരും ചാനലുകാരികളും വിയോജിച്ചും യോജിച്ചും കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചതും മാത്രമല്ല ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയതുമായ ഒരു പ്രസ്താവനയാണ് നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻ നടത്തിയിരിക്കുന്നത്. ഷാജൻ സ്കറിയ പറയുന്നത് ഇത് വളരെ വിശ്വസ്തമായ ഒരു ജഡ്ജിയാണ് ഈ ഹണിയും വർഗീസ് എന്നാണ്. അതിന് അദ്ദേഹം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വായിച്ച്, ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് കേൾപ്പിച്ച് നമ്മളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. അതിൽ എനിക്ക് ഈ ഷാജഹാനോട് ചോദിക്കാനുള്ള, ഷാജഹാൻ സാറെ, ഞാൻ ഏറ്റവും അധികം അംഗീകരിക്കുന്ന ഒരു പത്രപ്രവർത്തകനാണ് നിങ്ങളുടെ സത്യസന്ധനായ പത്രപ്രവർത്തകനാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം വളരെ വർഷങ്ങൾ, 10, 35, 40 വർഷങ്ങളായി ഈ ഒരുപാട് അധികാരികളോട് പൊരുതി, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ പോലീസിനോട് സുപ്രീം കോടതി വരെ പൊരുതി നേടിയെടുത്തിട്ടുള്ള സത്യസന്ധമായ ഒരു ഇമേജാണ് താങ്കൾ ഇവിടെ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നത്. താങ്കൾ മറുകണ്ഠം ചാടിയത് എന്തിനാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് അവരവരുടെ വ്യക്തിപരമായ അവകാശങ്ങളാണ്. മറുകണ്ഠം ചാടിക്കോളൂ. പക്ഷേ എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഈ ഹണിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി വളരെ വിശ്വസ്തയാണെങ്കിൽ അവരുടെ കോടതിയിൽ നിന്ന് ഈ നടിയെ ബലാത്സംഗം ചെയ്ത ആ ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് എന്തുകൊണ്ട് അവർ ഉത്തരം പറഞ്ഞില്ല? ആ ചോദ്യത്തിന് ഷാജൻ സ്കറിയ മറുപടി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയുന്നില്ല എന്നതിന് എനിക്കറിയേണ്ടതില്ല. പക്ഷേ ഷാജൻ സ്കറിയ വെള്ളപൂശി എടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടമാണ് നടത്തുന്നത്. അതായത് സാധാരണ ജനങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അച്ഛനില്ലാത്ത, തന്തയില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല, ഒരു ചാഞ്ചാട്ടം. എന്നാൽ ദിലീപ് ചെയ്തിട്ടുണ്ട് താനും എന്നും കൂടി പറഞ്ഞു വയ്ക്കുന്നു. നിരപരാധിയാണെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ചാഞ്ചാട്ടത്തിന് കാരണമെന്നത് അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെ മലക്കം മറിയാൻ കൊള്ളാവോ? അതിന് എൻ്റെ പ്രേക്ഷകരെ അദ്ദേഹത്തിൻ്റെ ചില ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക. നമ്മുടെ ചാനലുകൾക്ക് ദിലീപിനെ ശിക്ഷിക്കണമായിരുന്നു. കാരണം കഴിഞ്ഞ 8 വർഷക്കാലം ദിലീപിനെ അവർ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറ്റക്കാരൻ എന്ന നിലയിൽ. അവരുടെ വിചാരണ പൂർത്തിയാകണമെങ്കിൽ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ശിക്ഷിക്കണമായിരുന്നു. ആ ശിക്ഷ നടപ്പിലാക്കാത്തതിന്റെ ബുദ്ധിമുട്ടും വേദനയുമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കും, നാണമില്ലേ ഷാജ, ഇന്നലെ വരെ ദിലീപിനെ തെറി വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് എടുക്കാനെന്ന്? അതിന് കൃത്യമായ ഉത്തരമുണ്ട്. എന്നാൽ ഇപ്പോഴിതാ കേസിന്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. വിധിയിൽ പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പോൾ പിന്നെ
കോടതിയിലെ ജഡ്ജി പറയുന്നതാണോ ചാനൽ ജഡ്ജിമാർ പറയുന്നതാണോ നിയമ സംവിധാനത്തെ ആദരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഒരു മാധ്യമ സ്ഥാപനം ചെയ്യേണ്ടത്? ദിലീപിന് ഭാഗികമായെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ വിശ്വാസം. പോലീസ് പറഞ്ഞതുപോലെ അവളെ പോയി ബലാത്സംഗം ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞ് ദിലീപ് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ദിലീപുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഈ നടി. ആ റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതകൾ അത് അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് ബാധിച്ചപ്പോൾ ഷാജസ്കറിയ സാറേ, നിങ്ങള് ഇത്രയൊക്കെ മലക്കം മറിയുന്ന സ്ഥിതിക്ക് ഞാൻ നിങ്ങളുടെ ഈ മുമ്പുള്ള വീഡിയോകളൊക്കെ, നിങ്ങളുടെ വീഡിയോ ധാരാളം കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങളോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ ദിലീപിൻ്റെ കരിയർ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ദിലീപ് എന്ന മനുഷ്യൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുന്ന ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഈ ദിലീപ് മഞ്ജു വാര്യരുമായി അഭിനയിച്ച് സിനിമയിൽ വിജയിച്ചു വന്നു. ആദ്യ അഭിനയത്തിലൊക്കെ മഞ്ജു വാര്യർ തന്നെയാണ് മുന്നിട്ട് നിന്നത്. പക്ഷേ ദിലീപ് മഞ്ജു വാര്യരോട് അഭിനയിച്ച് പല പടങ്ങളിൽ അഭിനയിച്ച് പല സിനിമകളിൽ അഭിനയിച്ച് അവർ വിജയിച്ച് അവസാനം അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച ശേഷം നടിയോട് പറഞ്ഞു, നീ വീട്ടിലിരിക്കെ, ഞാൻ പോയി അഭിനയിച്ചോളാമെന്ന്. അതായത് പുരുഷാധിപത്യം, പേട്രിയാർക്കിസമാർ നടപ്പാക്കി ആ മഞ്ജു വാര്യരെ വീട്ടിലിരുത്തി, വർഷങ്ങളോളം വീട്ടിലിരുത്തിയിട്ട് ഇദ്ദേഹം പോയി അഭിനയിച്ച് കാവ്യാമാധവനുമായിട്ട് അഭിനയിച്ചു. കാവ്യാമാധവനുമായിട്ട് അഭിനയിച്ച് അവർ പ്രണയവേഴ്ചയായി, ഞാൻ പറയുന്നതല്ല, പത്രങ്ങളും ചാനലുകളും നിങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവർ തമ്മിലുള്ള ലൈംഗിക വീഴ്ച കൂടി വന്ന് അവസാനം ഇവർ പിരിഞ്ഞു പോയി, അവൾ വേറെ പോയി കല്യാണം കഴിച്ചു. ഈ കാവ്യാമാധവൻ 2 പ്രാവശ്യം കല്യാണം കഴിച്ചിട്ട് 2 കല്യാണം ഉപേക്ഷിച്ചിട്ട് വന്നാണ് വീണ്ടും ദിലീപിനോടൊപ്പം കൂടി താമസിച്ചത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ഏത് ജീവിതത്തിൻ്റെ എത്തിക്സാണ് സാറേ? ഷാജൻ സാറേ, എനിക്കൊന്ന് പറഞ്ഞു തരണം. ഒരു ഭാര്യയെ, ഈ ദിലീപ് എന്ന് പറയുന്നവൻ സ്വന്തം ഭാര്യയെ പ്രണയിച്ച് കല്യാണം കഴിച്ച്, ജീവന തുല്യം പ്രണയിച്ച് കല്യാണം കഴിച്ച് ഒരേ കരിയറിൽ വളർന്നു വന്ന മഞ്ജു വാര്യരെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരുത്തിയുമായി വ്യഭിചരിച്ച് നടന്നതിന് ശേഷം അവൾ പോയി 2 കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിച്ച് വന്നിട്ടും വീണ്ടും കല്യാണം കഴിച്ചതും അത് സ്വന്തം ഭാര്യയെ വഞ്ചിച്ചവനല്ലേ ഈ ദിലീപ്? പോകട്ടെ, ഈ മറ്റേ കാവ്യാമാധവൻ എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവും സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ജീവിതം വളരെ പ്രസിദ്ധമാണ് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ജീവിതം. ആ ഒരു ഭർത്താവിനെ തട്ടിയെടുത്തത് കാവ്യാമാധവൻ നല്ല പാർട്ടിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആയിരിക്കാം, നിങ്ങളുടെ എത്തിക്സിൽ അത് ശരിയായിരിക്കാം. പക്ഷേ ഏത് എത്തിക്സ് ആയാലും ഈ പൾസർ സുനിയും കൂട്ടരും എന്തിനാണ് ബലാത്സംഗം ചെന്നത്? ചുമ്മാ തങ്ങി ചെന്നോ? പൾസർ സുനിക്ക് നടിയെ ബലാത്സംഗം ചെയ്യണമായിരുന്നെങ്കിൽ എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം അവളുടെ ഡ്രൈവറായി, നടിയുടെ ഡ്രൈവറായി നടന്നയാളാണ്. അന്നൊന്നും പണം വേണമെങ്കിൽ, പണത്തിന് വേണ്ടിയാണെങ്കിൽ ആ ബലാത്സംഗം ചെയ്യാമായിരുന്നു. പണത്തിന് വേണ്ടിയാണെങ്കിൽ അവിടെ വെച്ച് ബലാത്സംഗം ചെയ്ത സമയത്ത് നടി ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര രൂപ വേണം, ഞാൻ തരാം. പണം മേടിച്ചില്ല, എനിക്കത് കൊട്ടേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദിലീപിനെ വിശ്വസിച്ച് കൊട്ടേഷൻ ചെയ്ത ആ പൾസർ സുനിയെയും മറ്റ് 5 പേരെയും കൂടി ഇരുമ്പഴിക്കുള്ളിലാക്കിയിട്ട് ഈ നരാധമനായ ദിലീപ് ഇറങ്ങി വന്ന് നിങ്ങൾ പറയുന്നു ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ വെച്ച് കാച്ചുന്നുണ്ട് പ്രതികാരം ചെയ്യുമെന്ന്. ഇദ്ദേഹം ഇറങ്ങി എന്ത് പ്രതികാരം ചെയ്യാനാണ്? എൻ്റെ ഷാജൻ സാറിയ, ഈ നാട് മുഴുവൻ, ഈ ലോകം മുഴുവൻ അറിയാം, സിനിമാ ലോകമെന്ന് പറയുന്നത് ഒരു ഭയാനകമായ സാമ്രാജ്യമാണ്. ഈ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരെല്ലാം 10,000-ന് മേളിൽ 10,000-കണക്കിന് കോടി രൂപയുടെ സമ്പന്നന്മാരുമാണ്. ഈ സമ്പന്നന്മാരുടെ കീഴിൽ നിന്ന് കോടതികൾ പോലും, സുപ്രീം കോടതി പോലും ഓച്ചാനിച്ചും വഴങ്ങിക്കൊടുക്കുന്നു, ഭരണകൂടങ്ങൾ ഒന്നടങ്കം. അന്ന് ഈ നടി ആക്രമിക്കപ്പെട്ട ദിവസം സിനിമാ നടൻ ലാലിൻ്റെ വീട്ടിൽ, പടമുകളിൽ ലാലിൻ്റെ വീട്ടിൽ ഓടിക്കയറി കഴിഞ്ഞപ്പോൾ ലാല് നമ്മുടെ PT തോമസിനെ വിളിച്ചു വരുത്തി. PT തോമസ് ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം കിടന്ന് കേസെടുത്ത PT തോമസിൻ്റെ ആത്മാവിനോട് പോലും ചതിക്കുന്ന ചതിയാണ്, വഞ്ചനയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഈ സിനിമാക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ പിണറായി വിജയൻ കേസിനെയൊക്കെ ഉത്തരവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ പോകുന്നു. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, താങ്കൾ ഉത്തരം പറയണം. PT തോമസിനെ പോലെ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള, അദ്ദേഹത്തിൻ്റെ കാല് കഴുകുന്ന വെള്ളം കുടിക്കാൻ യോഗ്യതയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൊന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ?
ഉണ്ടോ നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ കുറേ തെളിവുകൾ വലിയ കൃഷ്ണരാജിനെ ഇറക്കി നടത്തിയല്ലോ. ദാ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രോസിക്യൂഷൻ ചെയ്യാവുന്ന എവിഡൻസ് ഒക്കെ സമർപ്പിച്ചു. പക്ഷെ കോടതി അത് എന്തോ തെറ്റായ രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടും അതിനെ അവിശ്വസിക്കുകയോ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യാതിരിക്കുകയോ ചെയ്ത് തെറ്റായ ഒരു വിധി വന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒരു സാധാരണ റേപ്പ് അല്ല. ഇത് റേപ്പ് ഒരു ടോർച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുത്ത് ചെയ്ത ഒരു കാര്യമാണ്. ആരാണ് ഇതിന് പിന്നിലുള്ളത്? ഗൂഢാലോചന. ഇതിനകത്ത് സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസ് ആണ്. സാധാരണഗതിയിൽ ഗൂഢാലോചനയ്ക്ക് ഡയറക്റ്റ് എവിഡൻസ് കിട്ടാറില്ല, റേപ്പിന് കിട്ടാറില്ല. റേപ്പ് നടന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ തന്നെ ഈ നടി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര പണം വേണം, ഞാനത് തരാമെന്ന് പറയുകയാണ് നിസ്സഹായായ ഒരു സ്ത്രീയെ. അപ്പം അതിനകത്ത് പ്രൊഫസർ സുനി പറയുന്നത്, മാഡം എനിക്ക് ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ല, കാരണം എന്നെ ഇത് കൊട്ടേഷൻ തന്ന് വിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. എവിഡൻസ് ശരിക്കായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. ട്രയൽ കോടതി നേരാവണ്ണം എവിഡൻസ് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ ഹൈക്കോടതിയിൽ തിരുത്തപ്പെടും. അത്ര പ്രയാസമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുപ്രീം കോടതി വിധികളും പറയുന്നത് എത്ര നമ്പർ, എത്ര ആളുകൾ വന്നു എന്നുള്ളതല്ല, എവിഡൻസ് വേ ചെയ്യുകയാണ് വേണ്ടത്, കൗണ്ട് ചെയ്യുകയല്ല, അത് തൂക്കി നോക്കിയാണ് വേണ്ടത്. അതിന്റെ ബലം എത്രയാണ്? അത് ഏറ്റവും ബലം അതിജീവിത പറയുന്ന മൊഴിയാണ്. അതിജീവിത മൊഴിയെ അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. ആ മൊഴിയെ വിശ്വസിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. കാരണം അതിനകത്ത് കുറെ ഭാഗങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് കോടതിക്ക് റേപ്പ് ചെയ്തവരെ ശിക്ഷിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ബാക്കി അതിനകത്ത് കോൺസ്പിറസി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഷാജൻ സാറേ, പ്രശാന്തൻ സാർ പറഞ്ഞത് കേട്ടോ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഈ കേസ് ഹണിയം വർഗീസിന്റെ കോടതിയിലെ കേസ് ഹൈക്കോടതി പോകുന്നു, അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. ആയാലും എവിടെ പോയാലും കേസിലായാലും ഏത് തരത്തിലായാലും ദിലീപ് എന്ന് പറയുന്ന നരാധമൻ ചെയ്തതിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നത് നമുക്ക് ഈ കേരളീയർക്ക്, നിങ്ങൾക്കും എനിക്കും സകലമാർന്ന പേർക്കും കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.